എല്ലാവർക്കും നമസ്കാരം. എഡ്യൂവൈസിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബാങ്കിങ്ങിലെ മറ്റൊരു കോൺസെപ്റ്റാണ്. ടൈപ്സ് ഓഫ് ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്സ്, ഫോറിൻ ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്സ്. നമ്മുടെ സിലബസിലെ ഈ ടോപ്പിക്കാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് ബാങ്കിൻ്റെ ടൈപ്സ് എന്നുള്ളത്? ഫസ്റ്റ് വൺ, കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഉദാഹരണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI, SIB, കാനറ ബാങ്ക് പോലെയുള്ള ബാങ്കുകളാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്. ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന, ബിസിനസ്സിന് വേണ്ടിയിട്ട് ഫണ്ട്, വെഞ്ചർ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്ക്സാണ് ഇൻഡസ്ട്രിയൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ. IDBI, SIDBI പോലെയുള്ള ബാങ്കുകൾ. നെക്സ്റ്റ് മൂന്നാമത്തെ അഗ്രികൾച്ചറൽ ബാങ്ക്സ് ആണ്. അഗ്രികൾച്ചറൽ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ അതിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അഗ്രികൾച്ചർ സെക്ടേഴ്സിനാണ്. അവർക്ക് കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ലോൺസ്, അഡ്വാൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്ക്സുകളാണ് അഗ്രികൾച്ചറൽ ബാങ്ക്സ്. ഉദാഹരണം നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ് ലോക്കൽ ഏരിയ ബാങ്ക്സ്. ഓരോ റൂറൽ ഏരിയയുടെ അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് സ്ഥാപിതമായിട്ടുള്ള ബാങ്കുകളാണ് ലോക്കൽ ഏരിയ ബാങ്ക്സ്. നമ്മൾ കാണുന്ന സ്മോൾ പ്രൈവറ്റ് ബാങ്ക്സ്, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഇതെല്ലാം ലോക്കൽ ഏരിയ ബാങ്ക്സുകളാണ്. നെക്സ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്. ഓക്കെ, ചെറിയ ചെറിയ ഇടപാടുകൾ മാത്രം നടത്തുന്ന, ഒരു ലൊക്കാലിറ്റിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ബാങ്കുകളാണ് ഇസാഫ് പോലെയുള്ള ബാങ്കുകൾ. തൃശ്ശൂരിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇസാഫ് പക്ഷേ തുടർന്നുകൊണ്ട് ചെയ്യുന്നുണ്ട് അവരുടെ ബിസിനസ്സിൻ്റെ ആ ഒരു ശൃംഖല എല്ലാ ലോക്കൽ ഏരിയകളിലേക്കും. അതുപോലെ തന്നെ ത്രിഫ്റ്റ് മുഖാന്തരം കളക്ട് ചെയ്തിട്ട്, അതുപോലെ തന്നെ ചെറിയ നമ്മൾ കുടുംബശ്രീ നൽകുന്ന ലോൺ പോലെ ഈ ഫിനാൻസ് കമ്പനികൾ അല്ലെങ്കിൽ ബാങ്കുകൾ ഫണ്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതൊക്കെയാണ് ഈ ഇസാഫ് എന്നുള്ള ആ ഒരു ടൈപ്സിൽ വരുന്നത്. നെക്സ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക്സുകൾ. പുതുതായിട്ട് വന്നിട്ടുള്ള ന്യൂജൻ ട്രെൻഡിങ് ബാങ്ക്സിലാണ് പേയ്മെൻറ്റ് ബാങ്ക്സ്. ആദിത്യ ബിർള, ന്യൂവോ ലിമിറ്റഡ്, അതുപോലെ തന്നെ പേടിഎം. ഇപ്പോൾ റീസെൻ്റ്ലി RBI ബാൻ ചെയ്തിട്ടുള്ള പേടിഎം ബാങ്കുകൾ പോലെയുള്ള. ഓക്കെ, അതിനുവേണ്ടി ഒരു ഫിസിക്കലി എക്സിസ്റ്റൻസോ കാര്യങ്ങളോ പൊതുവെ ഉണ്ടായിരിക്കില്ല, എന്നാലും അതിൻ്റെ ഒരു ഹെഡ് കോഴ്സും കാര്യങ്ങളും ഉണ്ടായിരിക്കും. പക്ഷേ എല്ലാം ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ആയിരിക്കും ഈ ഒരു ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ റീസെൻ്റ്ലി പേടിഎമ്മിന് വന്നത് RBIയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യുകയും യഥാക്രമം അതിൻ്റെ റിട്ടേൺസുകളൊന്നും RBIയിലോട്ട് സബ്മിറ്റ് ചെയ്യാത്ത അവസ്ഥ വന്ന സമയത്താണ് നമുക്ക് ഈ ഒരു RBI വീണ്ടും അതിനെ ബാൻ കൊണ്ടുവന്നത്. ഓക്കെ, പേയ്മെൻറ്റ് ബാങ്കുകൾ. നെക്സ്റ്റ് എക്സ്ചേഞ്ച് ബാങ്കുകൾ. നമ്മൾ ഫോറിൻ ട്രാൻസാക്ഷൻ, കറൻസീസ് ഡീൽ ചെയ്യുന്ന ബാങ്കുകൾക്കാണെന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ബാങ്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാ ഷെഡ്യൂൾഡ് ബാങ്കുകളും എക്സ്ചേഞ്ച് ബാങ്കാണ്. നമുക്ക് കറൻസി, ഫോറിൻ കറൻസികൾ നമുക്ക് വാങ്ങാം, വിൽക്കാം. ഓക്കെ, അത് ഇത്ര ലിമിറ്റ് എന്നുള്ള ആ ഒരു ലിമിറ്റിൻ്റെ സ്പെസിഫൈ ചെയ്തിട്ടായിരിക്കും നമുക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാൻ കഴിയുള്ളൂ. നെക്സ്റ്റ് സെൻട്രൽ ബാങ്ക്സ്. ഓക്കെ, ഓരോ രാജ്യത്തെയും ആ രാജ്യത്തെ മോണിറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ബാങ്കിങ് സിസ്റ്റം റെഗുലേറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ബാങ്കിനാണ് സെൻട്രൽ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ. RBI നമ്മുടെ സെൻട്രൽ ബാങ്കാണ്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, UKയുടെ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ സെൻട്രൽ ബാങ്ക്, റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയ. ഇതൊക്കെ എന്താണ്? ഓരോ രാജ്യത്തിൻ്റെയും ഓരോ സെൻട്രൽ ബാങ്ക്സുകളാണ്. ഇവരാണ് മോണിറ്ററി പോളിസി ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ആ ഒരു രാജ്യത്തിൻ്റെ ബാങ്കിങ് സെക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വേൾഡ് ബാങ്ക്. IMFും IBRD ആണ് വേൾഡ് ബാങ്ക് എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ. നെക്സ്റ്റ് അസോസിയേറ്റ് ചെയ്ത അസോസിയേഷൻ ബാങ്കുകളുണ്ട്, ബ്രിക്സ് ഉണ്ട്, ഏഷ്യൻ ബാങ്ക്സുകളുണ്ട്, അങ്ങനെയുള്ള ബാങ്ക്സ്. ഇതെല്ലാം ബാങ്കിൻ്റെ ടൈപ്സിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈപ്സിൽ പറഞ്ഞത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്, അഗ്രികൾച്ചറൽ ബാങ്ക്സ്, ലോക്കൽ ഏരിയ ബാങ്ക്സ്, സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്, പേയ്മെൻറ്റ് ബാങ്ക്സ്, എക്സ്ചേഞ്ച് ബാങ്ക്സ്, സെൻട്രൽ ബാങ്ക്സ്, വേൾഡ് ബാങ്ക് ആൻഡ് ബ്രിക്സ്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ആരാണ് ഒരു ബാങ്കിൻ്റെ കസ്റ്റമർ ഓഫ് എ ബാങ്ക്. എ പേഴ്സൺ ഹു ഹാസ് എൻ അക്കൗണ്ട് ഇൻ എ ബാങ്ക് ഈസ് കൺസിഡർഡ് എ കസ്റ്റമർ. ഒരു ബാങ്കിൽ ഒരാൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ട് എങ്കിൽ, ഒരു അക്കൗണ്ട് ഹോൾഡറാണ് എങ്കിൽ അദ്ദേഹത്തെയാണ് ബാങ്കിൻ്റെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ബാങ്കിൽ ഒരാൾ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹമാണ് ആ ഒരു ബാങ്കിൻ്റെ കസ്റ്റമർ.
നെക്സ്റ്റ് ഡെഫിനിഷൻ നോക്കുക. അക്കോർഡിംഗ് ടു ഡോക്ടർ H.L. ഹഡ്, എ കസ്റ്റമർ ഇസ് വൺ ഹു ഹാസ് ആൻ അക്കൗണ്ട് with a banker or for whom a banker habitually undertakes to act such as. പിന്നെ ഡോക്ടർ H.L. ഹഡിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്കറുടെ അടുത്ത് ഒരു അക്കൗണ്ടുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബാങ്കറുമായിട്ട് എന്തെങ്കിലും ഒരു ഹാബിച്വൽ റിലേഷൻഷിപ്പുള്ള ആളായിരിക്കാം. അദ്ദേഹത്തെയാണ് ഒരു ബാങ്കിൻ്റെ കോൺസെപ്റ്റിൽ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഒരു ബാങ്കിൻ്റെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക. ലോൺ എടുക്കുമ്പോഴും എന്ത് വേണം, ആ ഒരു ബാങ്ക് അക്കൗണ്ട് പിന്നെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ബാങ്ക് ക്യാഷ് തരികയാണെങ്കിൽ, ലോൺ തരികയാണെങ്കിൽ ആ ഒരു അക്കൗണ്ടിലായിട്ടായിരിക്കും ആ ഒരു ബാങ്ക് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇതിന് ശേഷമാണ് ഈ ആൾക്ക്, ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്ക് ആ ഒരു അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാനുള്ള പോസിബിലിറ്റി ഉള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാങ്കിൻ്റെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആ ഒരു ബാങ്ക് അക്കൗണ്ടിലുള്ള ആൾ, അതിനാണ് ബാങ്കിൻ്റെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ്. ഇനി ഏതൊക്കെയാണ് ഇപ്പോൾ കസ്റ്റമർ ആകാനുള്ള ഡെപ്പോസിറ്റ് അക്കൗണ്ട്സുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, സേവിങ് ബാങ്ക്സ് അക്കൗണ്ട്. നമ്മുടെ സാധാരണക്കാരെ ഉദ്ദേശിച്ചുകൊണ്ട് ബാങ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അക്കൗണ്ടാണ് സേവിങ് ബാങ്ക്സ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ. ഓരോ ആളുകളുടെയും നിശ്ചിത ഒരു മിനിമം ലിമിറ്റായിട്ടുള്ള 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻകത്തിനനുസരിച്ച് അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു 100 ഡൊമിനേഷൻസോ എന്ത് ചെയ്യാം, ആ ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം, അത് വിഡ്രോ ചെയ്യുകയും ചെയ്യാൻ കഴിയുന്ന താരതമ്യേന പലിശ കുറവായിട്ടുള്ള ബാങ്കിനാണെന്ന് പറയുന്നത്, ബാങ്ക് അക്കൗണ്ടിനാണെന്ന് പറയുന്നത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ സേവിങ്സിൻ്റെ പ്രത്യേകതയാണ് മിനിമം ചെറിയ എമൗണ്ട് എത്ര കാലത്തേക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് അത് വിഡ്രോ ചെയ്യാം. താരതമ്യേന എന്താണ് പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയൊക്കെയാണ് ഏതാണ് സേവിങ് ബാങ്ക് അക്കൗണ്ട്സിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ്, റെക്കറിങ് ഡെപ്പോസിറ്റ്സ്. റെക്കറിങ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലത്തേക്ക് അല്ലെങ്കിൽ നിശ്ചിത സമയത്തേക്ക് മാത്രമായി ഡെപ്പോസിറ്റ് ചെയ്യുക. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് പോലെ തന്നെയാണ് റെക്കറിങ് ഡെപ്പോസിറ്റ്സ്. നെക്സ്റ്റ്, കറണ്ട് അക്കൗണ്ട്സ്. കറണ്ട് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്മാനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ. അഥവാ ഹ്യൂജ് ട്രാൻസാക്ഷൻ ആയിരിക്കും ഒരു ബിസിനസ്മാൻ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഇതിന് ഓൾമോസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവായിരിക്കും ഉണ്ടാവുക. ഒരു 1% അല്ലെങ്കിൽ 1.5% ആ ഒരു റേഞ്ചിലായിരിക്കും ഈ ഒരു കറണ്ട് അക്കൗണ്ട്സിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും ഇനി ആ ഒരു അക്കൗണ്ടിലോട്ട് ക്യാഷ് വന്നും പോവും. ഒരു ബിസിനസ്മാൻ്റെ ആ ഒരു ബിസി ലൈഫിൽ എന്തൊക്കെയാണോ ക്യാഷ് ട്രാൻസാക്ഷൻ വരുന്നത് അതൊക്കെയെല്ലാം ഉൾക്കൊള്ളുന്ന അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ. നാലാമത്തത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആണ്. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആളുകൾക്കും, ഇൻഡിവിജ്വലിനും അഥവാ അക്കൗണ്ട് ഹോൾഡറിനും ഒരു നിശ്ചിത കാലത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഫണ്ട് ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന രീതിയിൽ ബാങ്കിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. അതിനാണ് എന്ത് പറയുന്നത്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഒരു സേവിങ് ഡെപ്പോസിറ്റിനെ സംബന്ധിച്ച് ഇതിവിടെ ഒരു ടൈം പീരീഡ് ഉണ്ട്. ആ ടൈം പീരീഡിന് ശേഷമേ അദ്ദേഹത്തിന് ആ ഒരു ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സേവിങ് ബാങ്ക് അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഇൻട്രസ്റ്റ് വളരെ കൂടുതലായിരിക്കും ഉണ്ടാവുക. അത് ഓരോ ഏജ് കാറ്റഗറി അനുസരിച്ചും അവിടെ എന്തായിരിക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലും കുറവും ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്. അത് നോർമൽ പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ സീനിയർ സിറ്റിസനോ സൂപ്പർ സീനിയർ സിറ്റിസനോ ആണെങ്കിൽ ആ ഒരു റേറ്റിൽ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റം ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയാണ് പ്രധാനപ്പെട്ട ഡെപ്പോസിറ്റ് അക്കൗണ്ട്സുകൾ എന്ന് പറഞ്ഞാൽ. സേവിങ് അക്കൗണ്ട്സ്, റെക്കറിങ് ഡെപ്പോസിറ്റ്സ്, കറണ്ട് അക്കൗണ്ട്സ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ്, സ്ട്രക്ചർ ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ ബാങ്കിങ് സ്ട്രക്ചർ പ്രധാനപ്പെട്ട 2 സ്ട്രക്ചറാണ്, ഓർഗനൈസ്ഡ് ബാങ്കിങ് സ്ട്രക്ചറും അതുപോലെ തന്നെ അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സ്ട്രക്ചറും. ഫസ്റ്റ് നമുക്ക് എന്താണ് അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സ്ട്രക്ചർ എന്ന് നോക്കാം. It consists of indigenous bankers and money lenders in the country who pursue banking business or traditional lines. They cater the credit needs of large number of persons in the countryside. Okay, അപ്പോൾ ഇൻഡിജീനിയസ് ബാങ്കേഴ്സും മണി ലെൻഡേഴ്സും ആണ് ഈ ഒരു അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിനെ പ്രധാനപ്പെട്ട രീതിയിൽ ബാങ്കിങ് ബിസിനസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ ട്രഡീഷണൽ ലൈനിൽ
ഓക്കെ, ഒരു കർഷകന് ഒരു ഹൗസ് ഹോൾഡിന് എത്ര രൂപയാണോ ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യാണ്, ക്യാഷ് കൊടുക്കും. പക്ഷേ ഇവരുടെ ടൈം ലിമിറ്റ് വളരെ കുറവായിരിക്കും ഉണ്ടാവുക, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കൂടുതലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള, അവരെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അവർക്കുള്ള റൂൾസ് ആൻഡ് റെഗുലേഷനോ ഒന്നും ഇല്ലാത്ത ഒരു ഫാമിലി ആയിട്ട് നടത്തുന്ന ഈ ഒരു ബാങ്കിങ് ബിസിനസ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ബാങ്കേഴ്സോ അല്ലെങ്കിൽ മണി ലെൻഡേഴ്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് നടത്തുന്നത് ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ഈ ഒരു അൺഓർഗനൈസ്ഡ് സ്ട്രക്ചറിൽ വരുന്ന രണ്ട് ആളുകളാണ് ഇൻഡിവിജ്വൽസ് ബാങ്കേഴ്സ് ആൻഡ് മണി ലെൻഡേഴ്സ്. ഓക്കെ, ഇനി ആരാണ് ഇൻഡിജിനിയസ് ബാങ്കേഴ്സ് എന്ന് നോക്കാം. Indigenous bankers are private firms or individual who operates as banks and such as both receive deposit and gives loans. ഇൻഡിജിനിയസ് ബാങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഫേംസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിരിക്കാം, അവരൊരു ബാങ്കിങ് ആക്ടിവിറ്റി ചെയ്യുന്ന ആളുകളാണ്. ഒന്നില്ലെങ്കിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ലോണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ലോണ് പ്രൊവൈഡ് ചെയ്യുകയും ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഈ ഇൻഡിവിജ്വൽസിനോ അല്ലെങ്കിൽ ഫേംസിനോ ആണ് എന്ത് പറയുന്നത്, ഇൻഡിജിനിയസ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ലൈക്ക് ബാങ്ക്സ്, ദേ ആർ ഓൾസോ ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്. ഒരു ബാങ്കിനെ പോലെ തന്നെയാണ് ഇവരും ഒരു ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി ആണ്. ദേ ഷുഡ് ബി ഡിസ്റ്റിങ്വിഷ്ഡ് ആസ് എ പ്രൊഫഷണൽ മണി ലെൻഡേഴ്സ് ഹൂം പ്രൈമറി ബിസിനസ് ഇസ് നോട്ട് ബാങ്കിങ് ആൻഡ് ബട്ട് മണി ലെൻഡിങ്. ഓക്കെ, എന്നാൽ ഒരു പ്രൊഫഷണൽ മണി ലെൻഡേഴ്സുമായിട്ട് അവരെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ് എങ്കിൽ ഇവരൊരു പ്രൈമറി ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് അല്ല, കടം കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, മണി ലെൻഡിങ് ആണ് അവരുടെ പ്രൈമറി ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് എന്തൊക്കെയാണ് ഇൻഡിജിനിയസ് ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി. സാധാരണ നോർമൽ ബാങ്കിൻ്റെ ഫങ്ഷൻ പോലെ തന്നെയാണ് ഇവർ ഡെപ്പോസിറ്റ്സുകൾ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ മണി ലെൻഡ് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ള ആളുകൾക്ക് അവരെന്ത് ചെയ്യുന്നുണ്ട്, ലോണ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഡീൽസ് ഇൻ ഹുണ്ടീസ്. ഓക്കെ, ഇവരെന്താണ്, ഒരു ഹുണ്ടീസ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഇവർ ഡീല് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തത്, കമ്പൈനിങ് ബാങ്കിങ് വിത്ത് നോൺ ബാങ്കിങ് ബിസിനസ്. ഇവിടെ ബാങ്കിങ് ബിസിനസ്സോടുകൂടി അവരുടെ നോൺ ബാങ്കിങ് ബിസിനസ്സും അവർ ഏതെങ്കിലും ബിസിനസ്സിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഈ ബാങ്കിങ്ങിനെ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും ലെൻഡിങ് മണി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഫങ്ഷനാണ് നോട്ട് ഓർഗനൈസ്ഡ്. ഒരു ഇൻഡിജിനസ് ബാങ്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്കുള്ള യൂണിയനോ കാര്യങ്ങളോ ഉണ്ടായിരിക്കില്ല, അതുകൊണ്ട് തന്നെ അവർ ഓർഗനൈസ്ഡ് ഫോമിലേക്ക് വന്നിട്ടില്ല. നെക്സ്റ്റ്, ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. പൊതുവെ ഇവർ ഹൈ റേറ്റ് ആയിരിക്കും ഈ മണി ലെൻഡിങ്ങിൽ ചാർജ് ചെയ്യപ്പെടുന്നത്. ലോൺസ് ഓഫ് അൺപ്രൊഡക്റ്റീവ് പർപ്പസസ്. അതുപോലെ തന്നെ ആർക്ക് എന്ത് ആവശ്യത്തിന് കൊടുക്കുന്നു എന്നെല്ലാം കൃത്യമായിട്ട് ക്യാഷ് അവർ തിരിച്ചു തരുന്നുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റും പ്രിൻസിപ്പൽ എമൗണ്ട് കൃത്യമായിട്ട് നൽകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ അവർ നോക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ എതിരായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള അൺപ്രൊഡക്റ്റീവ് പർപ്പസിനോ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇവർ ലോൺസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, ലിമിറ്റഡ് റിസോഴ്സസ്. ഓക്കെ, അടുത്തൊരു ഫങ്ഷനാണ് ഇവരുടെ ലിമിറ്റഡ് റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിലുള്ള അല്ലെങ്കിൽ അവരുടെ ഓൺ ക്യാഷ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബിസിനസ് എന്നുള്ള ക്യാഷ് മാത്രമേ അവർ ഈ ഒരു ബാങ്കിങ് ബിസിനസ്സിലോട്ട് നടത്താറുള്ളൂ. അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ മെയിൻ ബിസിനസ്സോട് കൂടി ഒരു ബാങ്കിങ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സെക്കൻഡറി ആയിട്ടാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലുള്ള റിസോഴ്സുകളെന്നെല്ലാം ലിമിറ്റഡ് ആണ്. നെക്സ്റ്റ്, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് പീപ്പിൾ. പൊതുവെ ഇത് നാട്ടിൻപുറങ്ങളിലായിരിക്കും കൂടുതലായിട്ട് ഈ മണി ലെൻഡേഴ്സ് അല്ലെങ്കിൽ ഇൻഡിജിനസ് ബാങ്കേഴ്സ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം കർഷകരെ അല്ലെങ്കിൽ ലോക്കൽ ഇൻഡിവിജ്വൽസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കൂടുതൽ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാൻ വാങ്ങിക്കുക, അതുപോലെ തന്നെ എന്തെങ്കിലും അടവുകൾ അല്ലെങ്കിൽ പേയ്മെൻറ്റുകൾ എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ അതിനുള്ള എക്സ്ട്രാ ഫൈൻസുകൾ ചാർജ് ചെയ്യുക. ഇതെല്ലാം എന്താണ്, അവരുടെ ഒരു ഫങ്ഷൻസാണ്. നെക്സ്റ്റ്, ലാക്ക് ഓഫ് കൺട്രോൾ ഓഫ് ആർ ബി ഐക്ക് ഇങ്ങനെയുള്ള ഈ ഒരു ഇൻഡിജിനസ് ബാങ്കേഴ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരം ഇല്ലാത്തതും ഈ ഒരു ഇൻഡിജിനസ് ബാങ്കേഴ്സ് ഇന്ത്യയിൽ വളരാനുള്ള കാരണമാണ്.
നെക്സ്റ്റ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അൺഓർഗനൈസ്ഡ് പാർട്ടിയാണ് മണി ലെൻഡേഴ്സ്. ഓക്കെ, അപ്പോൾ അൺഓർഗനൈസ്ഡ് സ്ട്രക്ചറിൽ 2 പാർട്ടീസാണ്, ഇൻഡിജിനസ് ബാങ്കേഴ്സും അതുപോലെ തന്നെ മണി ലെൻഡേഴ്സും. ഇനി ആരാണ് മണി ലെൻഡേഴ്സ്? മണി ലെൻഡേഴ്സ് ആർ ദോസ് പേഴ്സൺ ഹു ഡു നോട്ട് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദി പബ്ലിക്. പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് ആയിട്ട് ക്യാഷ് അല്ലെങ്കിൽ മണി വാങ്ങാത്തവരെയാണ് അല്ലെങ്കിൽ സ്വീകരിക്കാത്തവരെയാണ് മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ. ബട്ട് മിയർലി ലെൻഡ് ദെയർ ഓൺ ഫണ്ട്സ്. എന്നാൽ ഇവർ സ്വന്തം ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് അവരുടെ ഈ ഒരു ലെൻഡിങ് പർപ്പസ് ചെയ്യുന്നത്, ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകളാണ് മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ. പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് സ്വീകരിക്കാതെ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾ, ദേ കോൾഡ് മണി ലെൻഡേഴ്സ്. നെക്സ്റ്റ്, ദേ ലെൻഡ് മണി മെയിൻലി ഫോർ കൺസംഷൻ ആൻഡ് അതർ ഡൊമസ്റ്റിക് പർപ്പസ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു ക്യാഷ് നൽകുന്നത്? ഒന്ന് അവരുടെ പേഴ്സണൽ കൺസംഷന് വേണ്ടിയിട്ടോ, മണി ലെൻഡേഴ്സിൻ്റെ ഈ ഒരു ബോറോസിൻ്റെ വേണ്ടിയിട്ട് അവരുടെ പേഴ്സണൽ കൺസംഷന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ അതൊരു ഡൊമസ്റ്റിക് പർപ്പസ് കൃഷിക്കോ അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കോ ആയിരിക്കും ഇവർ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ദേ ലെൻഡ് മണി ഓൺ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫ് ബോറോവർ. ഓക്കെ, ഒരു ബോറോവറുടെ പേഴ്സണൽ സെക്യൂരിറ്റിയുടെ ബേസിലാണ് ഇവർ ക്യാഷ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഓൾറെഡി ആ ഒരു കുറച്ച് ക്യാഷ് കൊടുത്തിട്ടുണ്ടാവും, അദ്ദേഹം അത് യഥാസമയം കൃത്യസമയത്ത് അത് തിരിച്ചെടുത്തിട്ടുണ്ടാവും. ആ സമയത്തിന് ആ ഒരു പേഴ്സണൽ സെക്യൂരിറ്റി വെച്ചിട്ടായിരിക്കും, അല്ലാതെ വേറെ എന്തെങ്കിലും സാധനങ്ങൾ പ്ലെഡ്ജ് ചെയ്തിട്ടോ ആയിരിക്കില്ല ഇവർ ക്യാഷ് നൽകുന്നത്. നെക്സ്റ്റ്, ഇഫ് ദി എമൗണ്ട് ഓഫ് ലോൺ ഇസ് ഹ്യൂജ് എമൗണ്ട് ദേ ഇൻസിസ്റ്റ് ഓൺ പ്രോമിസറി നോട്ട്സ്. ഇനി ഇവർ നൽകുന്ന, നമ്മൾ ആവശ്യപ്പെടുന്ന എമൗണ്ട് വലിയൊരു എമൗണ്ട് ആണ് എങ്കിൽ അതിനെന്ത് വേണം? ഒരു പ്രോമിസറി നോട്ട്സ് ഇവർ ആവശ്യപ്പെടാറുണ്ട്. ദേ ആർ മെയിൻലി 2 കാറ്റഗറീസ് ഓഫ് മണി ലെൻഡേഴ്സ്. പ്രധാനപ്പെട്ട 2 മണി ലെൻഡേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് പ്രൊഫഷണൽ മണി ലെൻഡേഴ്സ്. ദേ ലെൻഡ്സ് ആർ ദോസ് പേഴ്സൺസ് ഹൂസ് മെയിൻ ബിസിനസ് ഈസ് ലെൻഡിങ് മണി. ഇറ്റ് മേ ബി 2 ടൈപ്സ് സച്ച് ആസ് റെസിഡൻറ്റ് മണി ലെൻഡേഴ്സ് ആൻഡ് ഇഗ്നറൻറ്റ് മണി ലെൻഡേഴ്സ്. ഓക്കെ, മണി ലെൻഡേഴ്സ് പ്രധാനപ്പെട്ട 2 ടൈപ്സ് ആണുള്ളത്. ഒന്ന് പ്രൊഫഷണൽ മണി ലെൻഡേഴ്സും അതുപോലെ തന്നെ നോൺ പ്രൊഫഷണൽ മണി ലെൻഡേഴ്സും. അതാണ് പ്രൊഫഷണൽ മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ദീസ് മണി ലെൻഡേഴ്സ് ആർ ദോസ് പേഴ്സൺ ഹൂസ് മെയിൻ ബിസിനസ് ഈസ് ടു ലെൻഡ് മണി. ഓക്കെ, ഈ മണി ലെൻഡിങ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ബിസിനസ് ആക്കിയിട്ട് മാറ്റി നടത്തുന്ന ആളുകളാണെന്ന് പറയുന്നത് ഈ പ്രൊഫഷണൽ മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞത്. ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ തമിഴന്മാർ ഏകദേശം അവരുണ്ട്, ഓരോ ദിവസങ്ങൾ ഒരാഴ്ചകൾ എന്ത് ചെയ്യാറുണ്ട്, അവരുടെ ഒരു ഈ ഒരു ക്യാഷ് നൽകുന്ന ആളുകളുണ്ടായിരിക്കാം. ഓക്കെ, തമിഴ്നാട്ടിൽ നിന്നായിരിക്കും നമ്മൾ ഈ ഒരു ഏരിയകളിലൊക്കെ പ്രധാനപ്പെട്ട ഈ മണി ലെൻഡറായിട്ട് വരാറുള്ളത്. നെക്സ്റ്റ്, ഇറ്റ് മേ ബി 2 ടൈപ്സ് സച്ച് ആസ് റെസിഡൻറ്റ് മണി ലെൻഡേഴ്സ് ആൻഡ് ഇഗ്നറൻറ്റ് മണി ലെൻഡേഴ്സ്. ഓക്കെ, ഇനി പ്രൊഫഷണൽ മണി ലെൻഡേഴ്സ് തന്നെ 2 വിധമുണ്ട്. ആരൊക്കെയാണത്? റെസിഡൻറ്റ് മണി ലെൻഡേഴ്സും ഇഗ്നറൻറ്റ് മണി ലെൻഡേഴ്സും. ആരാണ് റെസിഡൻറ്റ് മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ മഹാരാജാസ്, ഷാറുഖാസ്, സേത്താസ്, ബാനിയാസ് പോലെയുള്ള ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്കാണ് റെസിഡൻറ്റ് മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇഗ്നറൻറ്റ് മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ പാത്തൻസ്, കാബ്ലിൻസ്, അതുപോലെ തന്നെ ഗുസ്വാലാസ്, ഇങ്ങനെയുള്ള ആ ഒരു ടൈപ്സാണ് ഇഗ്നറൻറ്റ് മണി ലെൻഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, നോൺ പ്രൊഫഷണൽ മണി ലെൻഡേഴ്സ്. ദി മണി ലെൻഡേഴ്സ് ആർ ദോസ് പേഴ്സൺ ഹൂ കമ്പൈൻ മണി ലെൻഡിങ് വിത്ത് അതർ ആക്ടിവിറ്റീസ്. ഓക്കെ, അതുപോലെ തന്നെ മണി ലെൻഡേഴ്സ് മറ്റുള്ള ആക്ടിവിറ്റിയുമായിട്ടാണ് ഇവർ മണി ലെൻഡിങ് നടത്തുന്നത് എങ്കിൽ അവരെയാണ് നോൺ പ്രൊഫഷണലൈസ്ഡ് മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ അവരുടെ ഒരു മറ്റുള്ള ആക്ടിവിറ്റി, അതായത് മറ്റുള്ള ബിസിനസ്സിൻ്റെ കൂടെ ഈ മണി ലെൻഡിങ് ചെയ്യുന്നു കമ്പൈൻ ചെയ്തിട്ട് ബിസിനസ് ഈ ഒരു മണി ലെൻഡിങ് നടത്തുകയാണെങ്കിൽ അവർ നോൺ പ്രൊഫഷണലൈസ്ഡ് മണി ലെൻഡേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ഇൻഡിജിനസ് ബാങ്കേഴ്സും അതുപോലെ തന്നെ മണി ലെൻഡേഴ്സുമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി എന്തൊക്കെയാണ് മണി ലെൻഡേഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ദേ യൂസ് ദെയർ ഓൺ ഫണ്ട്സ് ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മണി ലെൻഡേഴ്സ് അവരുടെ സ്വന്തം ക്യാഷ് ഉപയോഗിച്ചിട്ടാണ് ഇവർ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പേഴ്സണൽ ലോൺസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അവരുടെ സ്വന്തം ക്യാഷ് ഉപയോഗിച്ചിട്ടാണ്. ദേ ലെൻഡ് മണി മെയിൻലി ടു ഇല്ലിറ്ററേറ്റ് പേഴ്സൺസ് ആൻഡ് വീക്കർ സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ ഒരു അജ്ഞരായിട്ടുള്ള അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകളിലേക്കാണ് ഇവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതും അവരുടെ മണി ലെൻഡിങ് പർപ്പസ് ആക്ടിവിറ്റി ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ അറിയാത്ത അല്ലെങ്കിൽ കണക്കും കാര്യങ്ങളും ബോധ്യമില്ലാത്ത അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ചെന്നിട്ട് കൂടുതൽ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ്.
അതായത് ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ നടത്തുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഹോബി അല്ലെങ്കിൽ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ദെയർ ലെൻഡിങ് ഓപ്പറേഷൻ ആർ പ്രോംപ്റ്റ്. പെട്ടെന്ന് എന്ത് ചെയ്യണം, ആ ഒരു ലെൻഡിങ് ഓപ്പറേഷൻസ് ആണ്. അവിടെ നമ്മൾ ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കുന്നത് പോലെയല്ല, ക്യാഷ് വേണം എന്നുണ്ടെങ്കിൽ ഒരാളുടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ വീട്ടിൽ പോകുന്നു, അവിടെ എന്ത് ചെയ്യുന്നു, പേര് അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി ആ ഒരു വീടിനെ നോട്ട് ചെയ്യുന്നു, എന്നിട്ട് ക്യാഷ് കൊടുക്കുന്നു. എന്ന് കൃത്യസമയത്ത് ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ എന്ത് ചെയ്യുന്നു, ആ ഒരു ഫണ്ട് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, റിക്കവർ ചെയ്യണം, തിരിച്ച് നൽകണം. പക്ഷേ അതിൻ്റെ കൂടെ അവർ ചാർജ് ചെയ്യപ്പെടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 25%, 30%, 40%, 50% അല്ലെങ്കിൽ മേ ബി അത് ചിലപ്പോൾ ഒരു ഡബിൾ ആയിരിക്കാം, 100% ചിലപ്പോൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യപ്പെട്ടേക്കാം. ദേ ചാർജ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ ദി ലോൺസ് ഗ്രാൻറ്റഡ്. അവർ നൽകുന്ന ഈ ലോണിന് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇവർ ചാർജ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ മണി ലെൻഡേഴ്സിൻ്റെ ഡിഫക്ട്സുകൾ, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ദെയർ റിസോഴ്സ് ആർ ലിമിറ്റഡ് ടു മീറ്റ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് റൂറൽ പീപ്പിൾ. റൂറൽ പീപ്പിളിൻ്റെ എല്ലാ റിക്വയർമെൻറ്റ്സും മീറ്റ് ചെയ്യാനുള്ള ഫണ്ടൊന്നും ഇവരുടെ കയ്യിൽ ഇല്ല, കാരണം ഇവർ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നില്ല. സെക്കൻഡ് വൺ, ദേ ചാർജ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, ആളുകളുടെ കയ്യിൽ നിന്ന് നമുക്കറിയാം ഇത് ബ്ലേഡ് പോലെയുള്ള അല്ലെങ്കിൽ അത്രയും കഴുത്തർപ്പൻ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും ഇവർ ചാർജ് ചെയ്യപ്പെടുന്നത്. ദേ ഗ്രാൻഡ് ലോൺസ് ഫോർ കൺസംഷൻ ആൻഡ് അൺപ്രൊഡക്റ്റീവ് പർപ്പസ്. ഒന്നല്ലെങ്കിൽ അവർ ലോൺ നൽകുന്നത് കൺസംഷൻ പർപ്പസിനായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള അൺപ്രൊഡക്റ്റീവ് പർപ്പസിനും ഇവരെന്ത് ചെയ്യാറുണ്ട്, ലോൺ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ദേ പ്രൊവൈഡ് ലോൺസ് അഗെയിൻസ്റ്റ് ക്രോപ്സ് ഇൻ ദി വേ ദാറ്റ് കമ്പൽ ടു കസ്റ്റമർ ടു സപ്ലൈ ക്രോപ്സ് ടു ദം. ഇനി ഇവർ ക്രോപ്സിനാണ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്കിൽ ആ ക്രോപ്സുകൾ വാങ്ങിക്കാനും ഇവർക്ക് തന്നെ വിൽക്കാൻ സപ്ലൈ ചെയ്യാനും ഇവരെന്ത് ചെയ്യാറുണ്ട്, ചിലപ്പോൾ കമ്പൽ ചെയ്യാറുണ്ട്. ഈ ഒരു ലോൺ ഉപയോഗിച്ചിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നു, ആ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ ഈ ആളുകൾക്ക് തന്നെ എന്ത് ചെയ്യാമെന്ന് വിൽപ്പന ചെയ്യുക. ആ സമയത്ത് ഈ ലോൺസിൻ്റെ ഒരു ഇൻട്രസ്റ്റ് കിട്ടും. ചുരുങ്ങിയ വിലക്ക് ഇവർ കയ്യിൽ നിന്ന് ഈ ഒരു ക്രോപ്സുകൾ വാങ്ങിയിട്ട് കൂടിയ വിലക്ക് ഇവരെന്ത് ചെയ്യാറുണ്ട്, മറ്റുള്ള മാർക്കറ്റുകൾ വിൽക്കാറുണ്ട്. അപ്പോൾ 2 പ്രോഫിറ്റാണ് ഇവർക്ക് ആ സമയത്ത് അറ്റ് എ ടൈം ഏൺ ചെയ്യാൻ കഴിയുക. ഓക്കെ, ഇത്രയാണ് നമ്മൾ അൺഓർഗനൈസ്ഡ് സ്ട്രക്ചറിൽ ഡിസ്കസ് ചെയ്തത്, ഇൻഡിജിനസ് ബാങ്കേഴ്സും അതുപോലെ തന്നെ മണി ബാങ്ക് ലെൻഡേഴ്സും. നെക്സ്റ്റ് നമുക്ക് ഓർഗനൈസ്ഡ് സെക്ടറിലോട്ട് വരാം. ഓർഗനൈസ്ഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ എന്തുണ്ട്, ഒരു കൃത്യമായിട്ടുള്ള ഒരു ബോഡി നമ്മുടെ ബാങ്കിങ് സെക്ടേഴ്സിനെ നിയന്ത്രിക്കാനും കൃത്യമായിട്ടുള്ള ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റുകളും നമ്മളെ ബാങ്കിങ് ബിസിനസ്സിനെ നിയന്ത്രിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ബാങ്കിങ് ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ സെൻട്രൽ ബാങ്ക് ഓർ മോണിറ്ററി അതോറിറ്റിയാണ്, അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഒരു ഫസ്റ്റ് ഓർഗനൈസ്ഡ് സെക്ടറാണ് സെൻട്രൽ ബാങ്കും അല്ലെങ്കിൽ മോണിറ്ററി അതോറിറ്റി, ദാറ്റ് ഈസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI. സെക്കൻഡ് വൺ വരുന്നത് അപ്പെക്സ് ബാങ്കുകളാണ്. ഓക്കെ, ഒരു ഹെഡിൻ്റെയും അതിൻ്റെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ബാങ്ക്സുകൾ, അഥവാ ആ ഒരു അണ്ടറിൽ വരുന്ന ബാങ്കുകളെ നിയന്ത്രിക്കുന്ന അധികാരമുള്ള ബാങ്കുകളാണ് അപ്പെക്സ് എന്ന് പറഞ്ഞാൽ. മൂന്നാമത് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കൊമേഴ്ഷ്യൽ ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, ലോക്കൽ ഏരിയ ബാങ്ക്സുകൾ ഉൾപ്പെടുന്ന ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നാലാമത്തെ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആൻഡ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, അഥവാ ഓരോ ബിസിനസ്സിനെയും പ്രൊമോട്ട് ചെയ്യുന്ന, മറ്റുള്ള ബിസിനസ്സിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകൾക്കാണെന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റൽ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI, ദി സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് in 1935, has been fully owned by the government of India since nationalization in 1949. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1935 ഏപ്രിൽ 1 RBI ഇന്ത്യയിൽ ഒരു സെൻട്രൽ ബാങ്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇത് ഫുള്ളായിട്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ അഥവാ നാഷണലൈസ് ചെയ്യുന്ന ഒരു പബ്ലിക് ആക്ട് മാറ്റുന്നത് 1949 Like the central bank is most country, Reserve Bank of India entrusted with the function guiding and regulating banking system of the country. എല്ലാ രാജ്യങ്ങളെപ്പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ബാങ്കിങ് സെക്ടേഴ്സിനെ അതിനെ റെഗുലേറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും നോംസ് പ്രൊവൈഡ് ചെയ്യുകയും സർക്കുലേഴ്സ് പ്രൊവൈഡ് ചെയ്യുകയും എല്ലാം ചെയ്യുന്ന ഒരു ഗാർഡിയനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് നമ്മുടെ
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI നമ്മുടെ രാജ്യത്തിൻ്റേത്. ഓക്കെ. രണ്ടാമത്തെ ഓർഗനൈസ്ഡ് സെക്ടറിൽ വരുന്നതാണ് അപ്പെക്സ് ബാങ്കുകൾ. എന്താണ് അപ്പെക്സ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ? ദി ബാങ്ക്സ് വിച്ച് സ്റ്റാൻഡ് അറ്റ് ദി ടോപ്പ് ഓഫ് ഇന്ത്യൻ ബാങ്കിങ് സ്ട്രക്ചർ ആഫ്റ്റർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ നോൺ ആസ് അപ്പെക്സ് ബാങ്ക്. ഓക്കെ. ഇന്ത്യയിലെ ടോപ്പ് ബാങ്ക് സ്ട്രക്ചറിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ശേഷം വരുന്ന ബാങ്കുകൾക്കാണ് എന്ന് പറയുന്നത് അപ്പെക്സ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ. ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അസിസ്റ്റ് ആൻഡ് സപ്പോർട്ട് ദി ഡെവലപ്മെൻറ്റ് ഓഫ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി കൺട്രി. പ്രധാന എയിം മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും അതുപോലെ തന്നെ അസിസ്റ്റൻസും, ഫിനാൻഷ്യൽ അസിസ്റ്റൻസും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സപ്പോർട്ടും നൽകുക എന്നുള്ളതാണ് ഈ ഒരു അപ്പെക്സ് ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ആക്ട്സ് ബിഹാഫ് ഓഫ് RBI ആൻഡ് പെർഫോം സെർട്ടൈൻ ഫങ്ഷൻസ് ഓഫ് RBI. ഇനി ഇത് RBIക്ക് തുല്യമായിട്ട് അല്ലെങ്കിൽ RBIയുടെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നു, അത് RBIയുടെ ഫങ്ഷൻസ് എല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായകമാണ്. ഉദാഹരണമാണ് ഈ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, IDBI, നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ്, അഗ്രികൾച്ചറൽ ബാങ്ക്, എക്സിം ബാങ്ക്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്, ഫോറിൻ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള എക്സിം ബാങ്ക്, അതുപോലെ തന്നെ SIDBI, സ്മാൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, നാഷണൽ ഹൗസിംഗ് ബാങ്ക്, NHB, ഇതേപോലെയുള്ള ബാങ്കുകൾക്കാണെന്ന് പറയുന്നത് അപ്പെക്സ് ബാങ്ക് അഥവാ അപ്പെക്സ് ബാങ്ക് എന്ന് പറഞ്ഞാൽ RBIക്ക് ശേഷം ആ ഒരു ബാങ്കിങ് സെക്ടറിലെ ഒരു ടോപ്പായിട്ട് ആക്ട് ചെയ്യുന്ന ബാങ്കുകൾക്കാണെന്ന് പറയുന്നത് അപ്പെക്സ് ബാങ്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സപ്പോർട്ടും നൽകുക എന്നുള്ളതാണ് അവരുടെ മെയിൻ എയിം. ഓക്കെ. തേർഡ് വൺ, കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ? ദർ ആർ 2 types ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ ഇന്ത്യ, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആൻഡ് പബ്ലിക് സെക്ടർ ബാങ്ക്സ്. ഓക്കെ. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ സാധാരണ ബാങ്കുകൾ അഥവാ അത് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുണ്ടായിരിക്കാം, അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ ബാങ്കും ഉണ്ടായിരിക്കാം. ഓക്കെ. ദി പ്രൈവറ്റ് സെക്ടർ ബാങ്ക് കൺസിസ്റ്റ് ഓഫ് ഓൾഡ് പ്രൈവറ്റ് ആൻഡ് ന്യൂ ജനറേഷൻ ബാങ്ക്. പ്രൈവറ്റ് ബാങ്ക് തന്നെ ഓൾഡ് പ്രൈവറ്റ് ബാങ്കുകളുണ്ട്, അതുപോലെ തന്നെ ന്യൂ ജൻ ബാങ്ക്സും ഇത് ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് ഫോർത്ത് വൺ ഇമ്പോർട്ടൻറ്റ്, ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ ഇന്ത്യ. എന്താണ് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ? ദി ബാങ്ക്സ് വിച്ച് ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ് സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് RBI ആക്ട് 1934. ഓക്കെ. 1934 RBI ആക്ടിലെ ഷെഡ്യൂൾ 2 പ്രകാരം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള, അത് ഇൻകോർപ്പറേറ്റ് ആയിട്ടുള്ള ബാങ്കുകൾക്കാണെന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ. And they carry out the normal business of the banking such as accepting deposits and giving out loans and other banking services. ഈ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ സാധാ ബാങ്കിങ് പോലെ ഡെപ്പോസിറ്റ്സ് സ്വീകരിക്കുകയും അതുപോലെ തന്നെ ലോൺസ് പ്രൊവൈഡ് ചെയ്യുകയും മറ്റുള്ള എല്ലാ ബാങ്കിങ്ങിൻ്റെ ഫങ്ഷൻസും പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകൾക്കാണെന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ. The scheduled commercial banks can be divided into 4 types. First one, public sector banks, private sector banks. Third one, foreign banks and regional rural banks. Public sector banks എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതു മേഖല ബാങ്കുകൾ, കാനറ ബാങ്ക്, SBI, അതുപോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇതേപോലത്തെ ഉള്ള ബാങ്കുകൾക്കാണ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ. പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു ഇസാഫ് പോലെയുള്ള ബാങ്കുകൾക്കാണെന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. നെക്സ്റ്റ് ഫോറിൻ ബാങ്ക്സുകളുണ്ട്, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, അതുപോലെ തന്നെ ICI ബാങ്ക്സുകൾ എല്ലാം ഫോറിൻസ് അല്ലെങ്കിൽ ന്യൂജൻ ബാങ്കുകളാണ്. നെക്സ്റ്റ് റീജിയണൽ റൂറൽ ബാങ്ക്സ്. റീജിയണൽ റൂറൽ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ ഒരു ലോക്കൽ ഏരിയ എന്താണ് പ്രൊമോട്ട് ചെയ്യാനുമുള്ള ബാങ്കുകൾക്കാണെന്ന് പറയുന്നത് റീജിയണൽ റൂറൽ ബാങ്ക്സ്. ഇതെല്ലാം ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിന് ഇന്ത്യയിലെ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കാണ്. RBI ആക്ടിലെ ഷെഡ്യൂൾ 2 പ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ബാങ്കുകൾക്കാണെന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ് ബാങ്കിൻ്റെ ടൈപ്സ്, അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഓർഗനൈസ്ഡ് ഉണ്ട്, അൺഓർഗനൈസ്ഡ് ഉണ്ട്. അൺഓർഗനൈസ്ഡ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് മണി ലെൻഡേഴ്സും ഇൻഡിജിനസ് ബാങ്കേഴ്സും, അതുപോലെ തന്നെ ആരാണ് ഒരു ബാങ്കിൻ്റെ കസ്റ്റമർ, അതുപോലെ തന്നെ ബാങ്കിൻ്റെ ഓർഗനൈസ്ഡ് സ്ട്രക്ചറിൽ പറയപ്പെടുന്നതാണ് നമ്മുടെ RBI, അതുപോലെ തന്നെ അപ്പെക്സ് ബാങ്കുകൾ, പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ബാങ്ക്. ഓക്കെ. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക് നമ്മൾ കവർ ചെയ്തത്. ഓക്കെ. താങ്ക് യു.